എൻ്റർടൈൻമെൻ്റ് ആണ്, യാതൊരു ലാഗും ഇല്ല. ഫസ്റ്റ് ഹാഫിൽ കോമഡി, സെക്കൻഡ് ഹാഫിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ അതിനേക്കാട്ടും നല്ലൊരു മെസ്സേജ് ഉണ്ട്. കല്യാണം കഴിച്ചാൽ ഫാമിലി ലൈഫിൽ അവർക്ക് അത് നന്നായി ഉൾക്കൊള്ളാൻ പറ്റും. ഒരുപാട് റിലേറ്റ് ചെയ്യാൻ ഫിലിമാണ്. പിന്നെ അഭിനയം പറഞ്ഞാൽ അഭിനയിച്ചുകൊണ്ട് ഇപ്പോൾ ടോപ്പ് ടൈമാണ്. പഴയ ജയറാമേട്ടെന്ന് പറയാം. ബാലപർമ്മയുടെ ഇപ്പോൾ പുതിയ ജനറേഷൻ്റെ അമ്മ വയസ്സാണ് ചെയ്യുന്നത്. പിന്നെ കോമഡി സുക്കൂർ എന്ന റോളിൽ നവാസാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൃദുൽ ഒരു ഡയറക്ടറായിരുന്നു നന്നായിട്ട് അഭിനയം ചെയ്തത്. എല്ലാം കൊണ്ട് ഒരുപാട് നാൾ ശേഷം നമ്മൾ 80s 90s ഇപ്പോഴും കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ഹാർട്ട് ടച്ചിങ് മൂവി കാണും. അങ്ങനത്തെ മൂവീസ് ഈ പുതിയ ജനറേഷൻ ഉണ്ടാവാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ. കല്യാണം കഴിച്ചവർക്കും എല്ലാവർക്കും വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പടം തിയേറ്റർ മാത്രമല്ല OTT സമയത്ത് കാരണം അങ്ങനത്തെ ടോപ്പിക്കാണ്. എന്നാൽ ബോർഡിച്ചിട്ട് ലാഗും ഇല്ല. ഇത് ഡൊമിനിക്കയിൽ കവർ ചെയ്ത് ഭയങ്കര ഹിറ്റായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ന്യൂ ജനറേഷനും ഓൾഡ് ഏജ് എല്ലാവർക്കും സാധിക്കും. എനിക്കങ്ങനെ തോന്നുന്നു. എല്ലാവരും പറയും അതിൻ്റെ ഗുണങ്ങൾ അപ്പോഴേ മനസ്സിലായത്. എല്ലാത്തിനും അതിൻ്റെ പോസിറ്റീവായിട്ട് ഉണ്ട്. കല്യാണം കഴിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ അതിപ്പോഴേ മനസ്സിലായത്. ഒരുപാട് നന്മ ആദ്യമേ ഉണ്ടായിരുന്നു. ഗംഭീര പ്രൊഡ്യൂസേഴ്സാണ്. ഇതിൻ്റെ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. അവർ ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ച വീട് ഒരാൾക്ക് വെച്ചു പൊളിച്ച് ഈ വീട്ടിലാക്കി അവർക്ക് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു നന്മ തുടങ്ങിയ സിനിമയാണ്. നന്മയിൽ തന്നെ തീർന്നിരിക്കുന്നത്. അത് ഒരുപാട് എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് ആരൊക്കെയാണ്. ഞാൻ പറയുമായിരുന്നു ഇങ്ങനൊരു ക്യാരക്ടർ ഇന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ അങ്ങനെ അഭിനയിക്കാൻ എളുപ്പമല്ല. അതൊക്കെ നമ്മൾ അഭിനയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതിന് അങ്ങനെ ലൈറ്റായിട്ട് അങ്ങനെ അഭിനയിക്കാൻ ഒപ്പിയെടുക്കാൻ പറ്റും. അതേ രീതിയിൽ നമ്മുടെ ഗ്രാമപ്രദേശത്തെ ആ തനിമയൊക്കെ അതേപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട് മൂവി. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന മൂവി, പക്ഷേ മനസ്സ് നിറഞ്ഞ് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. ഒരു ബോറിങ്ങും ഇല്ല, ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.